വത്സല ചേച്ചിയുടെ വീട്ടിലാണ് ആ ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. വത്സല ചേച്ചി ഇതിനു മുമ്പ് ക്ലബ്ബ് നന്നായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ചേച്ചിയാണ്. അവളുടെ കയ്യിൽ കൊണ്ടിട്ട് അത് തൂങ്ങി വലിച്ചു. അവിടെ കല്യാണം മുടക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ വിനോദം. ചേട്ടന്റെ കല്യാണം മുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ആരെങ്കിലും? ഞാൻ ഒറ്റ ആളെ കാലത്ത് എത്ര എണ്ണം മുടങ്ങി. കല്യാണം മുടക്കി നമ്മളൊരു ഫണ്ണായിട്ട് എടുക്കുന്നത്. ശങ്കറിന്റെ കല്യാണ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട CD ഇതിന്റെ ബാക്കിൽ വെക്കുന്നുണ്ട്. 2.5 മണിക്കൂറുണ്ട്. ഞാൻ അഖിലനോടൊക്കെ ചോദിച്ചു എന്ത് പറ്റി ഇങ്ങനെ ഇങ്ങനെ ഇതാകുന്നില്ല. വിളിച്ചപ്പോഴൊക്കെ തിരിച്ച് ഇങ്ങോട്ട് ക്യാച്ച് യു ലേറ്റർ. ഞാൻ തിരിച്ച് അഖിലനോട് അഖിലണ്ണ ക്യാച്ച് യു ലെറ്റർ എന്നൊക്കെ ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞ ഭാഷ ഉണ്ടോ പണ്ട്? ദുൽഖറിനെ പോലത്തെ ഒരാൾ ഉണ്ടായതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. സ്ക്രിപ്റ്റ് നോക്കിയിട്ട് ആർക്കാണ് ഡയലോഗ് കൂടുതൽ അല്ലെങ്കിൽ അഖിലണ്ണനെക്കാട്ടി കൂടുതൽ വെട്ടി. ഒത്തില്ല ഒത്തില്ല പറയണം, സത്യം പറയണം. ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു സ്കൈലാബ് പിക്ചേഴ്സ് എന്റർടൈൻമെന്റ്സ്. ഇന്ന് എനിക്കൊപ്പം ഒരു ക്രിഞ്ച് കല്യാണത്തിന്റെ വിശേഷങ്ങളുമായി ജോയിൻ ചെയ്യുന്നു ടീം വത്സല ക്ലബ്. യേ കോർ മെമ്പേഴ്സ് ആണ് വത്സല ക്ലബിന്റെ അല്ലേ? അല്ലേ? നിങ്ങളെ ഇത്രയും പേര് അതെ ഇത്രയും പേര് ഒരുമിച്ച് എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ. അതെന്താണ് ഈ വത്സല ക്ലബ് എന്നുള്ള ഒരു പേര്? എന്താണ് വെറൈറ്റി ആയിട്ട് ആ പേര് വരാൻ? വത്സല ചേച്ചിയുടെ വീട്ടിലാണ് ആ ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. വത്സല ചേച്ചി ഇതിനു മുമ്പ് ക്ലബ്ബ് നന്നായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ചേച്ചിയാണ്. അവളുടെ കയ്യിൽ കൊണ്ടിട്ട് അത് തൂങ്ങി വലിച്ചു. അതിനുശേഷം അവിടെ ആരും കയറാനായിട്ട് നമുക്ക് വേറെ കിടക്കാറില്ലാത്തതുകൊണ്ട് അവിടെ ക്ലബ്ബാക്കി. എന്താണ് നിങ്ങളുടെ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ? മാന്യമായി വളരെ മന്ദ രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നത് വലിയ പ്രവർത്തനം അല്ല. എന്താണ് വത്സല ക്ലബിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ? എല്ലാ നാട്ടിലെയും ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിലെ ക്ലബ്ബ് വത്സല ക്ലബ്ബ് ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് യുവജനതയുടെ കൂട്ടായ്മ അത്രേ ഉള്ളൂ. അല്ല വത്സല ഈ ക്ലബിന്റെ പ്രവർത്തനം എന്നല്ലാതെ പടത്തിന്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാങ്കല്പിക ഗ്രാമം. അപ്പൊ ആ സാങ്കല്പിക ഗ്രാമത്തിലെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കല്യാണം മുടക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ വിനോദം. അപ്പൊ അങ്ങനെ കല്യാണം മുടക്കുന്നവർക്ക് അവിടെ പ്രൈസ് ഒക്കെ കൊടുക്കും അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ മുടക്ക് ദണ്ട്, കല്യാണ മുടക്കിന് ദണ്ട് കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു വിഭാഗം അതിനെ മുടക്കാൻ നടക്കുമ്പോൾ വത്സല ക്ലബ്ബ് അതിനെ എതിർത്ത് നിൽക്കുന്നു. അങ്ങനെ അവരുടെ ഒരു ക്ലാഷ് ആണ്. വത്സല ക്ലബ് മെമ്പേഴ്സിന് കല്യാണം കഴിക്കണം. എസ്പെഷ്യലി അതിലെ ചൊവ്വ വേണു എന്ന് പറയുന്നതാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. അപ്പൊ ആ ക്യാരക്ടർ അയാളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് മറ്റു സുഹൃത്തുക്കൾ എല്ലാവരോടും ചേർന്ന് നമ്മളെല്ലാവരോടും ചേർന്നിട്ട് ഒരു വിഭാഗം, എന്നാൽ അത് കെട്ടിക്കൂല മുടക്കും എന്നുള്ള രീതിയിൽ വേറൊരു ടീം. അങ്ങനെ നമ്മുടെ കയ്യിൽ വന്ന് പെടുന്നു. ക്ലബിൽ വന്ന് പെടുന്നു. അതെ അതെ. അവൾ ട്രാവലിങ്ങിലൂടെ ചൊവ്വ വേണുവിന് ചെറിയൊരു അതെങ്ങനെയാണ് അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്, കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് കഥ മൊത്തം പറഞ്ഞു. അതാണ് ഒരു കോമഡി ട്രാവലിംഗ് ആണ് പടം. കല്യാണം നടത്താൻ വേണ്ടി മുടക്കാൻ വേണ്ടി നടക്കുന്നവരുടെ ഒരു പരിപാടി. അതാണ് വത്സല ക്ലബ്. ഗ്രാമം മാത്രമേ ഉള്ളൂ സാങ്കല്പികം. കല്യാണം മുടക്കുക എന്ന് പറയുന്നത് കല്യാണം ഉണ്ടായ കാലത്തുള്ള ആചാരം. അതിനെ നിങ്ങളൊരു സറ്റൈറിക്കൽ രൂപത്തിൽ പ്രസന്റ് ചെയ്യുന്ന. അതാണ് വത്സല ക്ലബ്. ഓക്കെ. രൂപേശ്വരന്റെ ക്യാരക്ടർ എന്താണ്? ലൈക്ക് നമ്മൾ കുറെ കാലത്തിന് ശേഷമാണ് സ്ക്രീനിൽ വീണ്ടും കാണാൻ പോകുന്നത്. ക്യാരക്ടറിന്റെ പേര് മറ്റേ മൂക്കുത്തി ഷമീർ. എനിക്കിപ്പോ ഡൗട്ട് ആയി. പ്രൊനൗൺസ് ചെയ്യുന്നത് ഷമീർ എന്ന് പറയും. ഷമീർ. അപ്പോൾ അത് മുമ്പ് സ്നേഹിച്ച പെൺകുട്ടി തേച്ചിട്ട് പോകുമ്പോൾ അവളുടെ ഓർമ്മയ്ക്ക് അവളുടെ മൂക്കുത്തി ഇട്ടടക്കുന്ന ക്യാരക്ടർ. അപ്പൊ ഈ മൂക്കുത്തിനെ കൊണ്ട് ഒരു പ്രധാന ഒരു ഘട്ടത്തുമ്പോൾ ഒരു ആവശ്യം വരും. പക്ഷെ അത് തിരിച്ച് മൂക്കുത്തി തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു അധികം പറഞ്ഞു കഴിഞ്ഞാലേ എന്താ ഒരു മറ്റേ വരാൻ പോകുന്ന ഫൺ സാധനങ്ങളൊക്കെ ഗിരിയായിട്ടു. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അതാണ് ഒരു പരിപാടി. എന്റേത് ബാഹു എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. വത്സല ക്ലബിലെ ഒരു പാവ ഓട്ടോക്കാരൻ മെമ്പറാണ്. ഇവർക്ക് മാത്രം എല്ലാവർക്കും സഹായം മാത്രം ചെയ്തു വരുന്ന
ഒരു പാവ ഓട്ടോക്കാരൻ. ഇവൻ ചെയ്യുന്ന ഒരു സഹായത്തിന്റെ ആണ് ഈ സിനിമ സിനിമ മൊത്തം 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 പോകുന്നത് അല്ലേ? ഒരു സഹായം. അതായത് ക്ലബില് ഏണി പിടിച്ചോണ്ടൊന്നും അത് അവന്റെ കാഴ്ചപ്പാട് സഹായം. പക്ഷേ നമുക്കത് ഏണിയാണ്. ഓക്കെ, അമ്പി എന്താണ് അമ്പിയുടെ ക്യാരക്ടർ? ക്ലബ് മെമ്പറാണ്. എന്താ പറയണ, ഈ ക്ലബിലൊക്കെ മറ്റേ ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും കളി മാത്രം വിചാരമായിട്ട് കിടക്കുന്നൊരു പയ്യൻ. മുണ്ട് പോലും കൊടുക്കാൻ നേരമില്ല. പോസ്റ്ററിലുണ്ട്. നീ കളി വ്യക്തമാക്കിയേ. ക്രിക്കറ്റ് കളി ഫുട്ബോൾ കളി ഒക്കെ ഉണ്ടാവില്ല. അപ്പം ഇപ്പൊ ഒരാൾ ഔട്ടാവും, എനിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് ചാൻസ് തേടി നിൽക്കുന്ന ഒരു പയ്യൻ. അവനങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് മെന്റാലിറ്റി ഉള്ള ഇറങ്ങും ഒരു അവസരത്തിൽ. അവിടെ നിന്നാണ് കഥയ്ക്ക് അടുത്തൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. ഓ, അങ്ങനെ. ചേട്ടനാണോ കടി കിട്ടിയത് ഗൗരിയുടെ കയ്യിൽ നിന്ന്? അതെ അതെ അതെ. അതെന്താണ്? അതിനിടയ്ക്ക് ഫ്ലെക്സ് വാർത്ത ഗൗരിയുടെ വൻ സ്റ്റണ്ടൊക്കെ ഉണ്ടെന്ന്, എന്തൊക്കെയോ ഗൗരിയുടെ കുറച്ച് ഫൈറ്റ് ഉണ്ടെന്നൊക്കെയോ കേട്ടു. ഉണ്ട് ഈ സിനിമയിൽ ഫൈറ്റ് ഉള്ളത് ഗൗരിക്കാണ്. ആ, ഗൗരിക്ക ഫൈറ്റ് ഉള്ളത്. ഫൈറ്റ് എന്ന് വെച്ചാൽ അങ്ങനല്ല, കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള പരിപാടികളുണ്ട്. ഓക്കെ. അതില് ബലിയാടായത് ഗൗരി ഒരു സീക്വൻസിൽ ചവിട്ടുന്ന ഒരു സീക്വൻസ് ഞാൻ പറഞ്ഞു, വേണ്ട നീ ചവിട്ടണ്ട, കാല് നോക്കി ഞാൻ തന്നെ വീണോളാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അങ്കമാലിയിലെ അമ്മാവനെ ഏതാന്ന് പ്രധാനമന്ത്രി എന്ന് പറയുന്ന പോലെ ഇത്തിരി ഇൻവോൾവ്മെന്റ് കൂടുതലാണ്. ഓക്കെ, ഞാനിവിടെ പറയുന്നത് കേട്ടു, കിലുക്കത്തിലെ രേവതിയുടെ പോലത്തെ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് ഗൗരിയുടെ വരുന്നത്. ഒരു ലീഡ് ചെയ്യുന്ന ക്യാരക്ടർ എനിക്ക് തോന്നുന്നു കാർത്തികേയന്റെ ക്യാരക്ടർ. അങ്ങനെയല്ല, 5 പേർക്ക് ഒരേ ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇതാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല, ഞാൻ തമാശ പറഞ്ഞല്ല. 5 പേർക്കും ഇതിനെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു രക്ഷാധികാരി അല്ലെങ്കിൽ കുറച്ചുകൂടെ കയറി നിൽക്കുന്ന അഖിലണ്ണന്റെ ക്യാരക്ടറാണ്. പക്ഷെ അല്ല, അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് തന്നെ ഞാൻ പറഞ്ഞു, വല്ലാതെ മൂത്തുപോയി. അത് ചോദിക്കാനായിരുന്നു, ലൈക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു നായകൻ? അയ്യോ, അതാ ഒന്നാമത്തെ കാര്യം, അത് അങ്ങനെ നായകൻ കൺസെപ്റ്റ് ഉള്ള സംഭവം അല്ല ഇത്. എന്നാലും ആ കൂട്ടത്തിൽ എന്റെ ക്യാരക്ടർ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലൂടെയാണ് ഇവർ മൊത്തം പോകുന്നത്. ആ ഒരു അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം നിൽക്കുന്നതും എല്ലാം. അപ്പോ എനിക്ക് ഇങ്ങനെ അതെ 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 എല്ലാവരോടും ഉള്ള ഒരു ഇത് തന്നെയാണ്. അപ്പോ അതിനകത്തില് ഇൻഹരിയർ നഗറിൽ ആരാ നായകൻ? അതെ 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 അത് തന്നെ, സെയിം അത് തന്നെ, സെയിം ഓ, ബ്രില്യന്റ് ബ്രില്യന്റ്. അത് ആ ഒരു സംഭവമാണ്. എഴുതിയിട്ടേക്കുന്നോ? അത് സൂപ്പറാണ് കേട്ടോ. നീ അതിനെ പറ്റി ചോദിക്കില്ല. അതാണ്. അപ്പൊ ഇതില് ആ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയാണ് അവര് മുന്നോട്ട് പോകുന്നത്. ആ ക്യാരക്ടർ ഉണ്ടാകുന്ന ചില ഇൻസിഡന്റുകൾ വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ. പക്ഷെ എല്ലാ സീനിലും എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടന്റ് ഉള്ളൊരു പരിപാടി തന്നെയാണ്. ഒരു കൂട്ടായ്മ ഉള്ളൊരു സംഭവം. നിങ്ങൾക്ക് ഇപ്പം യഥാർത്ഥത്തില് ക്ലബ് മെമ്പേഴ്സ് ഒക്കെ ഇതുപോലത്തെ ക്ലബുകളിലൊക്കെ മെമ്പേഴ്സ് ആയിട്ടുണ്ടോ? പിന്നെ നമ്മുടെ നാടുകളിൽ എല്ലാ പരിപാടിയും ഓണപരിപാടിയും നമ്മുടെ ക്ലബിലൊക്കെ മ്യൂസിക് കളിച്ചല്ലേ നമ്മളൊക്കെ ആദ്യം സ്കിറ്റുകൾ കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പേഴ്സണൽ മെമ്മറി ഷെയർ ചെയ്യാനുണ്ടോ? സ്വന്തം ക്ലബിലുണ്ടായ അങ്ങനെ ഫൺ മൊമെന്റോ അങ്ങനത്തെ ഇതിലൊക്കെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. പക്ഷേ ഇതുമായിട്ട് കണക്റ്റഡ് ആയി നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അല്ല, ഇതൊന്നും കല്യാണം കഴിക്കുന്നില്ല. അത് ഈ ലോകത്ത് ഈ സിനിമയിലുള്ള നടക്കുന്ന അവിടെ മാത്രം അല്ല, ഏതെങ്കിലും ഗ്രാമത്തില് ആരെയും കല്യാണം കഴിപ്പിക്കില്ല എന്ന് നടക്കുന്ന ഞാൻ അതൊരു മത്സരമായിട്ട് വെച്ചോണ്ടിരിക്കുന്ന ഗ്രാമമാണ്. അതുകൊണ്ട് വെളിയിൽ പെണ്ണ് വന്നാൽ ഈ ക്ലബിൽ കൊണ്ട് താമസിപ്പിക്കൂ ഒരു ആളുകളുടെ അങ്ങനത്തെ ഒരു സാങ്കല്പിക പരിപാടി. ഈ ഒരു യാത്രയാണ്. ഈ പെൺകുട്ടി കല്യാണം കഴിക്കാൻ വേണ്ടിയുള്ള യാത്ര. നിഷ്കളങ്കരായ ഈ 5 പേരും ക്ലബ് മെമ്പേഴ്സ്, ഈ പെണ്ണു ഉൾപ്പെടെ നിഷ്കളങ്കരാണ്. ഇവർക്ക് വന്നു വിളിക്കുന്ന അവൻ കൊണ്ടുവന്ന ഏണി വഴി പോയി കറങ്ങി അടി കൊണ്ട് ഉപ്പാടൊന്നും പോയി ലാസ്റ്റ് ഒരു ശുഭപരിവസായി. ഒരു രാത്രിയും ഒരു പകലും, അത്രേ ഉള്ളൂ. അതെ മറ്റേ ലാലേട്ടനും അവരൊക്കെ വരുന്ന ഗസ്റ്റ് ആയിട്ട് ധ്യാൻ ചേട്ടന്റെ വൻ മാസ് ക്യാമിയോ ആണെന്ന് കേട്ടു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ വളരെ ഇതായിട്ടുള്ള ലാലേട്ടൻ മമ്മൂക്കയൊക്കെ വരില്ലേ ഒരു ക്യാമിയോ ഡിമാൻഡ് ചെയ്യുന്ന എല്ലാ കേക്കണ്ട കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ലാലേട്ടൻ പിന്നെ മല്ലികാമ്മയുടെയും ഇതേപോലെ ഒരു ക്യാമിയോ. അതും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ക്യാമിയോ എന്ന് പറയുമ്പോഴേ നമ്മൾ സാധാരണ ക്യാമിയോ എന്ന് പറയുമ്പോൾ വെറുതെ ഒരു സ്റ്റാർ പരിപാടി കാണിച്ച് കണ്ണിൽ
പൊടിയിടുക അങ്ങനെയല്ല. ഇതെല്ലാം ക്യാരക്ടേഴ്സിനും ഓരോ ഉദ്ദേശമുണ്ട്. അവർ വന്നാലേ കഥ മുന്നോട്ട് പോകുള്ളൂ. ഈ ക്യാരക്ടറിനെ പറ്റിയിട്ട് ബിഗിനിങ് തൊട്ടേ മെൻഷനിങ് ഉണ്ട്, പലയിടത്തായിട്ടുള്ള ഈ ക്യാരക്ടർ ഇങ്ങനെ ഉണ്ട് എന്നെല്ലാം മെൻഷനിങ് എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു നമ്മളൊരു സ്റ്റാറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ആക്ടറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വെച്ച അങ്ങനെയൊന്നും അല്ല, എല്ലാം അതിന്റെ ഇത് ഉണ്ട്. സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന പരിപാടികൾ തന്നെയാണ് വെച്ചേക്കുന്നത്. ഇൻ ഹരിഹർ എന്ന നാട്ടിലെ സുരേഷ് ഗോപിയാണ് ധ്യാൻ. അത് എഴുതി വെച്ചേക്കുന്നു. വീട്ടിൽ നിന്ന് റൈറ്ററും ഡയറക്ടറും ഇൻഹരിഹർ നോക്കിയിട്ടാണ്. അല്ലേ? അത്രയും ഇപ്പൊ സുരേഷ് ഗോപി ആ ഒരു വേണ്ട. നിങ്ങൾ കഥ മൊത്തം പറഞ്ഞു തീർക്കല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേട്ടന്റെ കല്യാണം മുടങ്ങിയിട്ടുണ്ടോ? ഇതുപോലെ ആരെങ്കിലും എല്ലാം പറഞ്ഞിട്ടില്ല. ഞാൻ ഒറ്റ ആളെ പെണ്ണുള്ള അയാളെ തന്നെ കല്യാണം കഴിച്ചു. ഈ കാണുന്ന അഖിലിന്റെ ഭാര്യ ഇപ്പൊ ആലോചിക്കുന്നുണ്ടോ? ചോദ്യത്തിനൊക്കെ ഉടനെ അഖിലിന്റെ ഭാര്യ. അങ്ങനല്ല, കല്യാണം അതായത് ആദ്യം നമ്മളിപ്പോ ഒരാലോചന പോവുക, ഇതുപോലെ നാട്ടുകാരെ ഇടങ്കോലിട്ട് മുടക്കുക. എനിക്ക് കല്യാണാലോചന വന്നു. അവരുടെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് തിരക്കിയപ്പം ഇതിപ്പോ ഒരു അഭിപ്രായമില്ല. അവര് വല എറിഞ്ഞ് പിടിച്ചു അവരുടെ ചോദിച്ചാൽ പറഞ്ഞുതരും. അവളെ കല്യാണം മുടക്കാൻ വേണ്ടി ഞാനുമായിട്ടുള്ള അങ്ങനെ സംഭവിച്ചെങ്കിലും എനിക്കവിടെ ഭയങ്കര ഡിമാൻഡായിരുന്നു നാട്ടിൽ. പേര് ക്യൂ എന്നുള്ളത് ഇതുപോലത്തെ ഫണ്ണായിട്ടുള്ള കാര്യങ്ങള് ലൈക്ക് ഇപ്പം ഒരു കല്യാണം വരിക, അത് മുടങ്ങുക, അതിന്റെ റീസൺസ് ഒക്കെ ചിലപ്പോ നമ്മള് ഭയങ്കര കേൾക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയാ ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയും. അപ്പം അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? ലൈക്ക് ആരുടെയെങ്കിലും കല്യാണം മുടക്കാനായിട്ട്? കല്യാണം മുടക്കൽ നമ്മളൊരു ഫണ്ണായിട്ട് എടുക്കുന്നില്ല. കല്യാണം മുടക്കൽ ഒരിക്കലും ഒരു ഫൺ കാര്യമല്ല. റിയൽ ലൈഫിൽ അത് വരുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ അതിന്റെ വേദന. കുറച്ച് വെള്ളം സത്യം പറയുമ്പോ ഞാൻ കുറെ നേരമായിട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ്. കാർത്തിക് ശങ്കറിന്റെ കല്യാണ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട CD ഇതിന്റെ ബാക്കിൽ വിൽക്കുന്നുണ്ട്. 2.5 മണിക്കൂറുണ്ട്. 2 പാർട്ടി. കാർത്തികന്റെ സബ്ജക്റ്റുകളൊക്കെ എപ്പോഴും ഈ സീരീസിൽ ചെയ്യുന്ന സബ്ജക്റ്റുകളൊക്കെ എങ്ങനെയാണ് ലൈക്ക് അത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതി എങ്ങനെയാണ്? എല്ലാം നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ നാച്ചുറലി വരുന്നല്ലേ, നമുക്ക് അതൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ഇപ്പം റീസെന്റ് ഇപ്പം നമുക്ക് ഒരു ജോണറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഈ റീസെന്റ് ഒരു ഹൊറർ പരിപാടി ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് അത് ദൈവാനുഗ്രഹം അങ്ങനെ പറയാൻ പറ്റും. നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഇന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇല്ല. അത് വരുന്നത് അങ്ങനെ ചെയ്യുന്നു, ആത്മാർത്ഥമായിട്ട് അങ്ങനെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ജീവിതാനുഭവം പ്രാർത്ഥിച്ചു. കാർത്തിക് നല്ല ഒരു റൈറ്ററാണ്, നല്ല ഡയറക്ടറാണ്, ആക്ടറാണ്, എല്ലാതുമാണ്. മൂപ്പര് എഡിറ്റ് ചെയ്യും, എല്ലാ പരിപാടിയും മൂപ്പര് അറിയിച്ചു. അതെ, ഒന്നും ഒരു സാധനം പുറത്തേക്ക് കൊടുക്കില്ല, എല്ലാം ചെയ്യുള്ളൂ. പക്ഷെ എന്താ കാര്യം, മൂപ്പര് ശരിക്കും ഉദ്ദേശിക്കുന്ന സിനിമയിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ എന്താ പറയാ 1 ഫോളോവേഴ്സ് എല്ലാം യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ആയതുകൊണ്ട് അവർക്ക് ആഴ്ചയിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതും ഇല്ല ഇതും ഇല്ലാതായി പോകും. അതുകൊണ്ട് പ്രതിസന്ധി എന്റെ സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അതല്ല, ഞങ്ങളുടെ സൗഹൃദത്തിൽ പ്രതീക്ഷിച്ചു വിള്ളൽ വീഴുമെന്ന്. ഞാനും വിചാരിച്ചു. ഓപ്പണായിട്ട് പറയാണെങ്കിൽ എനിക്ക് തോന്നുന്നു രൂപ്ജി, എനിക്ക് തോന്നുന്നു ഞാൻ അല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അന്നത്തോടെ എല്ലാം കട്ടമ്പണം വണങ്ങുന്നു. കാരണം ഭയങ്കരമായിട്ട് ഞാൻ കുടുംബപ്പെടുത്തി, അങ്ങനെ പറയാം. ഇങ്ങനെ ഒന്ന് തിരിയുന്നതിനും ഒന്ന് കണ്ണ് തുറക്കുന്നതിനും ഇങ്ങനെ എടുക്കുന്നതിനും എല്ലാം ഡിഗ്രി വെച്ച് പറയുക, അങ്ങനൊന്നും ആക്ച്വലി അദ്ദേഹത്തിന് നിൽക്കേണ്ട കാര്യമില്ല. കാരണം എന്നോടുള്ള സൗഹൃദം കൊണ്ട് മാത്രമാണ് അങ്ങനെ നിന്നത്. കാര്യം പറയട്ടെ, നീ ഇതൊന്നും വിളിച്ചു പറയല്ലേ, നിനക്ക് സിനിമ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഒരു നടന്നൊരു ഡേറ്റ് തരാൻ ഇവൻ ഇങ്ങനെയാണ് ചെയ്യിപ്പിക്കുന്നത്. ഭൂമിയുടെ സ്പന്ദനം കണക്കിലാണെന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷ നോക്കി ഷൂട്ട് കഴിഞ്ഞു, ഇറങ്ങി. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചിട്ട് റെസ്പോണ്ട് ഇല്ല.
അപ്പോൾ ഞാൻ അഖിലനോടൊക്കെ ചോദിച്ചു എന്ത് പറ്റി ഇങ്ങനെ ഇങ്ങനെ ഇതാകുന്നില്ലല്ലോ ഈശ്വര, എനിക്ക് തോന്നുന്നു ഷൂട്ടിൽ വെച്ചിട്ടേ പുള്ളി ഭയങ്കര ഇതായിരിക്കും, കാരണം നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് പ്രൊഫഷണൽ വേയിൽ ഇതായപ്പോൾ അത് തന്നെ ആയിരിക്കും. അപ്പോൾ എന്നിട്ട് ഞാൻ 2-3 വട്ടം അങ്ങോട്ട് വിളിച്ചപ്പോഴൊക്കെ തിരിച്ച് ഇങ്ങോട്ട് ക്യാച്ച് യു ലേറ്റർ. ഞാൻ തിരിച്ച് അഖിലനോട് അഖിലണ്ണ ക്യാച്ച് യു ലെറ്റർ എന്നൊക്കെ. അപ്പൊ എന്നിട്ട് ഞാൻ ലൈഫിൽ ആരോടും ചോദിക്കാത്തൊരു ചോദ്യം, ഞാൻ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ പറയൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ഇങ്ങോട്ട്. അപ്പോൾ വാട്ട് നത്തിങ്, ഐ വിൽ ക്യാച്ച് യു ലേറ്റർ എന്നൊക്കെ. എന്നാൽ മര്യാദക്കെടാ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് അവിടെ തീരും. ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നപ്പോഴത്തേക്ക് ഞാൻ ടെൻഷനായി. പക്ഷെ വേറെ ഏതെങ്കിലും തിരക്കിലായിരുന്നു. ഇപ്പൊ വൈകുന്നേരം ആക്കൂ വിളിച്ച് ഫോൺ വെച്ച് രാവിലെ നമ്മൾ അത് എവിടെയെന്ന് വെച്ചാൽ പിന്നെ ഒരു 2 ആഴ്ച അങ്ങനെയാണ്. എന്താണ് ചേട്ടാ ഇതിനൊക്കെ പറയാനുള്ളത് ഇവരോട്? അല്ല, ഇത് അതുകൊണ്ടൊന്നുമല്ല കേട്ടോ. ഇതെന്ന് വെച്ചാൽ എന്തെങ്കിലും മീറ്റിംഗിൽ ഇരിക്കുമായിരിക്കും. നമ്മളിപ്പോ എന്താ പറയുക, ഈ പറയണ പോലെ മറ്റേ ഒരാൾ വിളിക്കുന്നു, റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പൊ ഞാൻ അജിനോട് സംസാരിക്കുമ്പോൾ തന്നെ മൊബൈൽ എടുത്തെങ്കിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് അപ്പോൾ പറ്റുന്നത് ഇംഗ്ലീഷിലായിരിക്കും. മലയാളം നോക്കുമ്പോ NJAN ഞാൻ തിരി അത് പറ്റില്ലല്ലോ. ഇവൻ പെട്ടെന്ന് സാധാരണഗതിയിൽ ഇംഗ്ലീഷ് കാണാത്തത് കൊണ്ട് അതാണ് ശരിക്കും ഉണ്ടായ സംഭവം. ഇത് എത്ര പറഞ്ഞ ചെക്കനെ മനസ്സിലാവില്ല. ചേട്ടന് നന്നായിട്ട് നമ്മുടെ കൂട്ടത്തില് ലാംഗ്വേജ് സീരിയസ് ആയിട്ട് അല്ല, അത് അതൊന്നുമല്ല. കോൾ സെന്ററിൽ കോൾ സെന്റർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞ ഭാഷ ഉണ്ടോ പണ്ട് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞറിയാമോ? സീരിയസ് ഉണ്ട്. അതിന്റെ എന്താണ് അതിന്റെ പേരെന്താ നമ്മള് പറയുന്നതിന്റെ ഞാൻ ലാംഗ്വേജിന്റെ അതിന്റെ ഇതുണ്ടല്ലോ പ്രൊനൗൺസിയേഷൻ, അതെ അതെ നന്നായിട്ട്. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ റെസ്പെക്ടോടെ നോക്കുന്നതും അദ്ദേഹത്തിന് തന്നെയാണ്. ഇപ്പം നമ്മളെക്കാട്ടി മുതിർന്നതാണെങ്കിലും ഞാൻ അങ്ങനെ ഇടപെടാൻ ഒരു ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്. പക്ഷെ എന്നാൽ പോലും ഞങ്ങൾക്കിടയിൽ സംസാരിക്കുമ്പോഴായാലും ഞങ്ങൾ വളരെ റെസ്പെക്റ്റോട് കൂടി കാണുന്ന ഒരാളാണ്. തമാശല്ല, ആ റെസ്പെക്ട് ആണ് ഞങ്ങളുടെ ഈ സൗഹൃദത്തിന്റെ ഒരു ബലം എന്ന് പറയുന്നത്. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കും തന്നതെല്ലാം ഉണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും. കാരണം ഞാനും അഖിലണ്ണനൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു സിനിമയിലുള്ള ഒരു തിരിച്ചുവരവ് വേണ്ടിയിട്ടാണ്. ഡയറക്ടർ തിരിച്ചുവരവ് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതെ, എനിക്ക് തോന്നുന്നു ഒരു ആക്ടറിന് പ്രത്യേക ഒരു ഡയറക്ടർ, രൂപേഷ് ചേട്ടന്റെ ഡയറക്ടറിനാണ് ഒരു ഭയങ്കര റിസപ്ഷൻ ഉള്ളത്. ഭയങ്കര മൂവി ബസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര രൂപേഷ് ചേട്ടനിലെ ആ ഡയറക്ടറിനെ കാണാനാണ്. ഞാനും ശ്രമിക്കുന്നുണ്ട്. ഞങ്ങള് ഒരുമിച്ചുള്ള 2ാമത്തെ പടമാണ്. ഇതിന്റെ തന്നെ ഡയറക്ടർ അനുഷേട്ടന്റെ ഒരു ഒടു എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയില് അതാണ് അനുഷ്ഠന്റെ ആദ്യത്തെ പടം OTT റിലീസായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്താ പറയാ വിശാഖനെ കോളേജ് പരിചയപ്പെട്ടത്. പക്ഷെ അത് OTT-ലുണ്ട്. ഇത് തിയേറ്ററിൽ ഇറങ്ങുന്ന കമേഴ്ഷ്യൽ സിനിമ അനുഷ്ഠ 2ാമത്തെ സിനിമ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ സംവിധാനത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രമിക്കാണ്ടൊന്നുമല്ല. സംഭവം എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന താരങ്ങളുടെ ഡേറ്റ് വർക്കൗട്ടായി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു താമസമുണ്ട്. ചിലപ്പോൾ നമ്മൾ 2-3 കൊല്ലം വെയിറ്റ് ചെയ്യുമ്പോൾ ആ 3ാമത്തെ കൊല്ലം ആകുമ്പോഴായിരിക്കും അതേ ത്രെഡിലുള്ള വേറെ ഏതെങ്കിലും സിനിമ വന്നിട്ടുണ്ടോ. അപ്പൊ നമ്മൾ പറയും വേറെ എന്തെങ്കിലും ആലോചിക്കാന്ന് പറയും. അപ്പൊ ഇങ്ങനത്തെ ഒരു വലിയൊരു പ്രശ്നം എപ്പോഴും ഉണ്ട്. അപ്പൊ അതിന്റെ പല ഡിലേസ് ആരെങ്കിലും നീങ്ങി പോകും. സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇത് അനുഭവിക്കുന്നത് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും. കാരണം നടന്മാർക്ക് അവിടെ ഇവിടെ വിളിച്ച് ഏതെങ്കിലും വഴി പോവാം. സിനിമയിലേക്ക് TV പോയി അങ്ങനെയൊക്കെ നമ്മളിത് എഴുതാൻ തന്നെ കുറെ സമയം എടുക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രൊജക്ട് ആക്കാനാ തീർച്ചയായിട്ടും ഇത്രയും പേരെ കൊണ്ടുകിടന്ന് കൺവിൻസ് ചെയ്ത് അവിടെ കൺവിൻസ് ചെയ്ത് ഇവിടെ പൊളിയുമ്പോൾ അവിടെ എല്ലാം കൂടി ഭയങ്കര പണിയാണ്. ചില കാര്യങ്ങളിൽ ഇപ്പൊ ഈ പറയുന്ന പോലെ ലക്ക് പോലെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ലോക എന്നുള്ള സിനിമ, ഇപ്പൊ ഡൊമിനിക് അരുൺ നമ്മുടെ അടുത്ത സുഹൃത്താണ്. ഇപ്പൊ ഡൊമിനിക് ഈ പറയുന്നത് പോലെ ആ ലോകരെ കൂടെ നിൽക്കാൻ ദുൽഖറിനെ പോലത്തെ ഒരാൾ ഉണ്ടായതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കാരണം എനിക്ക് അത് 5 കൊല്ലം എടുത്തിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതി തീർത്ത്. ഒരു സ്ക്രിപ്റ്റ് അല്ല, എനിക്ക് ഡൊമിനിക് പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇങ്ങനൊരു 4 ഭാഗങ്ങൾ മൊത്തം 5 പാർട്സ്. അപ്പൊ ഈ എല്ലാതും ഈ പറയുന്ന പോലെ ദുൽഖറിന്റെ ഒരു ബാക്കിംഗ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ 1 കഴിഞ്ഞു, ഇനി 2nd പാർട്ട് വരും. അപ്പൊ ഇങ്ങനെ വന്നു പോകുന്നതൊക്കെ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടൊരു ഇതിന്റെ പില്ലുള്ളതുകൊണ്ട് നമുക്കങ്ങനെ പില്ലുണ്ടായി നമുക്ക് പഠിക്കരുത്. എല്ലാരും കേൾക്കുന്നുണ്ടെങ്കിൽ
ചേട്ടൻ ഡയറക്റ്റ് ചെയ്യാൻ റെഡിയാണ് അല്ലേ? ആരെയും അല്ല അങ്ങനല്ല, ഡയറക്റ്റ് ചെയ്യാൻ ഈ പടം സൂപ്പർ ഹിറ്റ് എന്ന് അടിച്ചോ ആണെന്ന് വിചാരിച്ചോ? ഇവൻ അടുത്ത 2 വർഷത്തേക്ക് ഡേറ്റ് ഉണ്ടാവില്ല, ഇവരുണ്ടാവില്ല, അവരുണ്ടാവില്ല. മടൽ നടന്നിട്ട് നമ്മൾ ചെല്ലുമ്പോഴായിരിക്കും അമ്മ അടുത്ത 2 വർഷം ചിന്തിക്കാൻ പോലും ഇനി നമ്മൾ എന്നിട്ട് താന്ന് കൊടുക്കുന്നില്ല. നിങ്ങൾ ആക്ച്വലി സെറ്റിലൊക്കെ ഇതുപോലെ തന്നെ മാറ്റമില്ല. ഞാൻ എല്ലാ ഇന്റർവ്യൂസിലും ഇത് എന്തുകൊണ്ട് എടുത്തു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും പ്രിയപ്പെട്ടാണ്. കാരണം ഇവർക്ക് ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഈ ഷൂട്ട് തുടങ്ങുന്ന ദിവസം തൊട്ട് തീർന്ന് പിരിഞ്ഞു പോകുന്നത് വരെ ഒരു തരത്തിലുള്ള ഒരു ഇറിറ്റേഷൻസോ ഒരു മനോവിഷമോ ഒന്നും ഇല്ലാത്തൊരു സെറ്റായിരുന്നു. എനിക്ക് ഈ ഒരു സെറ്റ് മാത്രമേ ഉള്ളൂ. അത്ര എല്ലാവരും നമുക്ക് വേണ്ട കാര്യങ്ങൾക്കായാലും പുതിയ ആളുകളാണ്, കൊച്ചു ബഡ്ജറ്റ് ചെയ്യുന്ന പടമാണ്, എന്നാൽ നമുക്ക് വേണ്ടത് ഫുഡായാലും അക്കോമഡേഷൻ ആയാലും ഇത് ട്രാവൽ എല്ലാത്തിലും ദി ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും, കാരണം പറഞ്ഞില്ലേ എല്ലാവരുമായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടാണ്. വേറെ ആളില്ല, അല്ലെങ്കിൽ നീ വന്നിട്ട് ഞാൻ വരും, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എല്ലാവരും 6 എനിക്കൊന്ന് വൈശാഖ് ഒഴിച്ച് ബാക്കി ഞങ്ങൾ 4 പേരും ഒരു സ്ഥലത്താണ് താമസിച്ചത്. അല്ല അതെന്താ കാര്യം അറിയോ, ഇവന്റെ പേര് ട്രാൻഡ്ര. അല്ല നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് നമ്മൾ ഓട്ടോയാണ്. ഞങ്ങളുടെ ഓട്ടോ ഒരു ക്യാരക്ടർ. അതല്ലേ ഞങ്ങളുടെ പ്രൊഡക്ഷൻ കണ്ടുള്ള മുരുകൻ ചേട്ടൻ. ഞങ്ങൾ ആദ്യം തന്നെ കൊണ്ട് ഒരു ഫ്ലാറ്റിൽ എല്ലാരും കൊണ്ട് ഒരുമിച്ചായിരുന്നു. അത് നല്ല രസമുണ്ട്. രാവിലെ 6:30 എണീക്കുന്നു, നമ്മളെല്ലാവരും ഒരു വണ്ടിയിൽ നേരെ ആൽത്തറ അമ്പലത്തില്. അല്ലല്ല അല്ലാതെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരു വണ്ടി നേരെ നമ്മുടെ റൂട്ടിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആൽത്തറ അമ്പലം കഴിഞ്ഞ് നേരെ മ്യൂസിയത്തിന്റെ അവിടെ പോയി നമ്മൾ ഹെർബൽ ഡ്രിങ്ക് കുടിക്കുന്നു, ഹെർബൽ ജ്യൂസ് കുടിച്ചിട്ട് നേരെ ലൊക്കേഷൻ. ഈ ലൊക്കേഷനിലേക്ക് വരുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ ഏതൊരു ഒരു അമ്പലം കണ്ട് അവിടെയും കയറും. നമ്മൾ അങ്ങനത്തെ ഒരു വൈബിലായിരുന്നു. അത് മാത്രമല്ല ഓട്ടോ എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു ഓട്ടം അല്ല, ക്യാരക്ടറാണ്. ഡിജിറ്റൽ ഓട്ടോ. ഉടമസ്ഥൻ ചേട്ടനല്ലേ? ചേട്ടന്റെ ഓട്ടോയാണ്. എന്ത് പേരെന്തായിരുന്നു? ബാഹു. ഉത്തമൻ മകൻ ബാഹു. ഉത്തമൻ മകൻ ബാഹു. അല്ലല്ല, സിനിമയില് അതുപോലെ തന്നെ അഖിലേട്ടന്റെ ഒരു എന്റെ കാരണം വെച്ചാൽ ഇവരെ, അതായത് ഈ ക്ലബില് മുമ്പ് ഒരാളുണ്ടായിരുന്നു ലീഡർ, പുള്ളി പോയി. അല്ല ക്യാരക്ടർ അല്ല ഞാൻ ഉദ്ദേശിച്ച പോസ്റ്ററിലെ ഇത് അവര് മറ്റേ അത് അദ്ദേഹത്തിന്റെ സ്വപ്നം. അതായത് ഇതാണ് പടത്തിന്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി അത് ഈ പടത്തിന് വേണ്ടി ചെയ്താ. കാരണം എന്നെ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ വിളിച്ച് ഡാറ്റ ചോദിച്ചു ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ് തള്ളു. ഞാൻ നന്നായിട്ട് താഴെ ഇരിക്കുന്നുണ്ട്, അത് ഇടക്ക് തിരിച്ചത്. പിന്നെ അത് ഇത് പുള്ളിയുടെ ആഗ്രഹമാണ്. മനുഷ്യച്ചങ്ങല, അതായത് പൊട്ടിച്ചു വരുന്ന സഖാവ് അർജുനൻ എന്നും പറഞ്ഞ് പുള്ളി നിൽക്കുന്നതാണ്. അതെ അതെ സഖാവ് അർജുനനാണ്. അതെ അതെ അതെ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും മേക്കേഴ്സ് അങ്ങനെയാണല്ലോ, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ പറഞ്ഞ പോലെ ആ ഒരു രീതിക്കുള്ള ഡിസ്കഷൻസ് ഒക്കെ ഒരുപാട് ചെയ്യാറുണ്ടോ നിങ്ങൾ രണ്ടാളും? ഞങ്ങള് ഭയങ്കര ഡിസ്കസ് ചെയ്യാറുണ്ട്. കാരണം എനിക്കെന്ന് വെച്ചാല് കാർത്തി ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. കാരണം അവൻ ഇപ്പൊ ഇന്നാള് ഒരു പാട്ട് കമ്പോസ് ചെയ്തു, പുറത്തോട്ട് വന്നിട്ടില്ല. അപ്പൊ അവൻ അതിൽ എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ വെറുതെ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഗംഭീരം എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ അത് ഇങ്ങനെയാണ് യൂസ് ചെയ്ത് ടെക്നിക്കലി. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് എന്തോ കറക്ഷൻ ചെയ്തു. മ്യൂസിക് മൊത്തം അവൻ തന്നെ കമ്പോസ് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു മ്യൂസിക് വരെ എന്നെ കൂടെ ചെയ്യിപ്പിക്കാൻ പറഞ്ഞാൽ ഇരിക്കും പാടാലോ ഞാൻ പറഞ്ഞു. പക്ഷെ അതല്ല ഉണ്ടായത്. ചില ടൂൾസ് യൂസ് ചെയ്തിട്ട് അപ്പൊ പുതിയ നോളജ് അങ്ങോട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുക. എല്ലാ പരിപാടിയും ഉണ്ട്. അപ്ഡേറ്റഡ് ആണ്. സ്വന്തമായിട്ട് തിയേറ്റർ ഉണ്ട്, ഞാൻ പടം വരെ ഞങ്ങൾ അത് തന്നെ പറഞ്ഞത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയാൻ കാര്യം. ഇപ്പം ഞങ്ങൾ തമ്മിൽ ഇതുപോലെ ഫൺ ഇതെല്ലാം പറയും. പക്ഷെ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വർക്ക്സിന്റെ കാര്യമായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളായാലും എല്ലാം ആ രീതിയിൽ ആരോഗ്യപരമായിട്ട് വർക്ക്സ് നമ്മൾ ചെയ്യണ ഷൂട്ടിങ്ങിന്റെ കാര്യം അല്ല അത് ടെക്നിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന. ഇപ്പൊ നമുക്ക് കാര്യം അറിയില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാതെ അത് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ ഷെയർ ചെയ്യും. ഇപ്പൊ കാർത്തിയുടെ ഞാൻ ചെയ്ത 2 സിനിമയിലും ഈ പറയുന്ന പോലെ വലിയ ഒരു 150 പേരുടെ ക്രൂ ഉള്ള സിനിമയാണ്. കാർത്തിയുടെ ക്രൂ മെമ്പേഴ്സിനെ കാണണം, ആകെ 4 പേരുള്ളൂ. 4 പേരും ആക്ടേഴ്സും വേറൊരു 3 പേരും. അപ്പൊ എന്നിട്ട് ഈ കാണുന്നതിൽ ഞാൻ പറഞ്ഞ ഭയങ്കര ടെക്നിക്കൽ പെർഫെക്ഷൻ അല്ല, പക്ഷെ എന്നാൽ പോലും നമ്മൾ കാണുന്ന യൂട്യൂബ് വീഡിയോസിലത്തെ മേക്കിംഗ് ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല മേക്കിംഗ് ക്വാളിറ്റി എന്താ പറയുക കാർത്തി ചെയ്യുന്നതല്ല. സോ അപ്പൊ അവൻ അത്രയും നോളജ് ഇല്ലെങ്കിൽ അങ്ങനെ ആകാൻ പറ്റില്ല. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ
കാർത്തിക് അന്ന് ഒരു ദിവസം അഭിനയിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഞാൻ മൊത്തം നോക്കിയപ്പോ ഇത്രയൊക്കെ മതിയല്ലേ അല്ല ആ ഒരു ഐഡിയ കിട്ടുക എന്ന് പറയില്ലേ. അപ്പൊ അത് അപ്പൊ ബേസിക്കലി എക്സ്ചേഞ്ച് ഉണ്ട്, നോളജും ഇൻഫർമേഷനും ഒക്കെ. പിന്നെ തീർച്ചയായിട്ടും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പൊക്കായിരുന്നു. ഇനി അങ്ങോട്ട് അതായത് ഈ അപ്ഡേറ്റഡ് ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പം തുടങ്ങിയെടുത്തുനിന്ന് ഇപ്പം വന്ന് നിൽക്കുമ്പോ ഈ അപ്ഡേഷൻസിന്റെ കാര്യങ്ങളിൽ എങ്ങനെയാണ് ചേട്ടൻ അത് ടേക്ക് കെയർ ചെയ്യുന്നത്? അല്ല തീർച്ചയായിട്ടും നമ്മളെല്ലാം ഏത് കാര്യമല്ല ഇതൊന്നും മാത്രമല്ല എല്ലാം ഒരു നേരത്തെയൊക്കെ കാലഘട്ടം മാറുന്നത് ഇച്ചിരി സ്ലോ ആയിട്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് പുതിയ ട്രെൻഡുകൾ വരില്ലേ. അപ്പൊ അതിനനുസരിച്ച് ആൾക്കാരുടെ മൈൻഡ് സെറ്റുകൾ ഓരോ വീക്കും മാറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഈ ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞ വേർഡ് തന്നെ ഇപ്പൊ വന്നിട്ട് റീസെന്റ് വന്നത്. അപ്പൊ ഇതിങ്ങനെ അപ്പൊ അതിനനുസരിച്ച് നമ്മള് പുതിയ വീഡിയോസ് കാണണം, പുതിയ കാര്യങ്ങളൊക്കെ കാണാതിരുന്നു കഴിഞ്ഞാലേ നമ്മുടെ ഇപ്പൊ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയ പരിക്കുകൾ വരത്തില്ല. പക്ഷെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറിൽ കയറുക അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചു. നിഷ്കളങ്കമായിട്ട് സംസാരിക്കുന്നില്ല. ആരെ അറിയുന്നു ആരെ അറിയും ഈ വായു പറഞ്ഞല്ലേ തമാശ പറഞ്ഞല്ല. ഞാൻ ഈ ഏറി കയറാന്ന് പറഞ്ഞാൽ എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം, ആരെന്ത് പറഞ്ഞാലും നമ്മളത് മൈൻഡ് ചെയ്യാണ്ട് പോവാണെന്നുണ്ടെങ്കിൽ തീരും. അതിന് ഏറ്റവും നല്ല കിടലും സൗണ്ട് എഞ്ചിനീയർ ആണ്. അത് ഓൾ ഇൻ വൺ പാക്കേജ് ആണ് അല്ലേ? അതത്രേ ഉള്ളൂ. അതെ. വത്സല ക്ലബ് ക്ലബിലേക്ക് വരാം. നീ മറ്റേ കോമഡി അപ്ഡേറ്റ് ചെയ്യാറുണ്ടോ? പിന്നെ എങ്ങനെ ഏത് വെർഷൻ ഇപ്പൊ ഏത് വെർഷനാണ് കിടക്കുന്നത്? കോമഡി 8.0 അനലൈസ് ചെയ്ത 8.0 ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു മീറ്ററിലാണ് ഇപ്പൊ കോമഡി വന്നത്. ഓക്കെ 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 ഓക്കെ. അതിനെപ്പറ്റി വിശദമായ ഒരു CD അഖിൽ കവലിയർ ഇതിന്റെ ഈ ഫ്ലക്സിന്റെ ബാക്ക് കോമഡി അപ്ഡേഷൻ 8.0. ഞാൻ ഒരു പ്രാവശ്യം എന്താ പറയാ ഷൂട്ട് നടക്കുമ്പോ 2 ദിവസം അക്കലിന് ഷൂട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവർക്ക് എന്തൊരു സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഉണ്ടായിരുന്നില്ല. അപ്പൊ 3 ദിവസം സ്റ്റേജ് ഷോയ്ക്ക് വേണ്ടി രാത്രി പോയി. സ്റ്റേജിന്റെ 3 കയറുന്നതിന് മുമ്പ് ചുമ്മാ വീഡിയോ കോൾ ചെയ്ത് തന്നെ തിരിഞ്ഞ് കാണിച്ചു തന്നു. ഞാൻ പൂരപ്പറമ്പിന്റെ അത്ര ആൾക്കാർ എന്താണ് അവിടെ ഒറ്റയ്ക്ക് പോയി നിന്ന് കോമഡി അടിച്ച് പെർഫോം ചെയ്യാൻ പോവാ. എങ്ങനെ അതൊരു നിസ്സാര കാര്യമല്ല. ഞാൻ പറയട്ടെ, നമുക്കിപ്പോ ക്യാമറയുടെ മുമ്പേ അഭിനയിക്കാം. കാരണം ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഞാനും കാർത്തികോ ഇവര് ആരെയും അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി അഭിനയിച്ചാൽ മതി. പക്ഷെ ഞാൻ പറഞ്ഞാൽ ഒരു പൂരപ്പറമ്പിൽ ഒരു അറ്റം തൊട്ട് വേറെ അറ്റം വരെ ജനക്കൂട്ടമുള്ളപ്പോ അവിടെ നിന്ന് ഒരു മൈക്കും പിടിച്ച് കോമഡി അടിച്ച് ചിന്തിക്കാൻ പണ്ടോട്ടെ നിങ്ങൾക്ക് സ്റ്റേജ് കളിച്ച് വന്നതിന്റെ എക്സ്പീരിയൻസ് ആണ് അത്. പണ്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇപ്പം അത്യാവശ്യം ആൾക്കാർക്ക് മനസ്സിലായി അവനെ പറഞ്ഞിട്ടും കാര്യമില്ല, കൈ അടിച്ചു വിട്ട് കൊടുക്കാൻ പോവാൻ അങ്ങനെ. ഓക്കെ, അപ്പൊ നമ്മള് കൊറേ നേരമായി വത്സല ക്ലബിന്റെ വിശേഷം പറയുന്നു. മതി നിങ്ങളുടെ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്, കൈയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെറിയ ക്ലബ്ബാണ് വത്സല ക്ലബ്ബ്. അതുപോലെ വിശേഷങ്ങളാണ്. സെപ്റ്റംബർ 26-നാണ് റിലീസ്. ഏറ്റവും വലിയ സപ്പോർട്ടാണ് നമ്മുടെ പ്രൊഡ്യൂസർ ജിനി ചേട്ടൻ. പറയുമ്പോ അത് പറയാനുള്ളത് കാരണം വെച്ചാല് ഇങ്ങനത്തെ സിനിമകള് നടക്കുന്നത് തന്നെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ എന്താ പറയാ സിനിമയോട് കഥയോട് താല്പര്യമുള്ള ആൾക്കാർ വരുന്നു. ഞങ്ങൾ ആ പ്രൊമോയിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ വെച്ച് പടം എടുക്കും സിനിമയോടുള്ള. തീർച്ചയായിട്ടും. പിന്നെ ഇവനെ കൂട്ടണ്ട, ഇവനിപ്പോ വിലായത്ത് ഉദ്ദേശിലൊക്കെ അഭിനയിച്ച ശേഷം 13ാമത്തെ സിനിമയാ നമ്മുടെ സീനിയറാ. വല്ലാതെ അപ്പൊ 26 ഞാൻ പേടിച്ചിട്ടാണ് ഇവരുടെ സിനിമയിൽ അഭിനയിക്കാനേ വന്നത്. എല്ലാം കിടിലങ്ങള്. ഇപ്പൊ ഇതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട് നിതിൻ വിജയ്. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അണ്ണാ ഓപ്പോസിറ്റ് അഖിൽ കവലിയൂരാണ്, കൗണ്ടർ നിങ്ങൾ നോക്കി പണിയാട്ടോ. എനിക്കൊരു സംശയം. ഒരു മിനിറ്റ്, പ്രൊഡ്യൂസറിന്റെ പേര് പറഞ്ഞു, നിതിന്റെ പേര് പിന്നെ എടുത്തു പറഞ്ഞു, അനുഷേട്ടന്റെ പേര് പറഞ്ഞില്ല. അപ്പൊ നിതിൻ അടുത്ത് പറഞ്ഞു, അനുഷേട്ടന്റെ പേര് പറഞ്ഞല്ലോ. അല്ല, അഖിലണ്ണന്റെ ഒരു കാര്യം അവൻ നിതിൻ പറഞ്ഞു എന്നറിയാം. നമ്മൾ ഈ അഖിലണ്ണൻ വരുമ്പോ സ്ക്രിപ്റ്റ് നോക്കും. സ്ക്രിപ്റ്റ് നോക്കിയിട്ട് ആർക്കാണ് ഡയലോഗ് കൂടുതൽ അല്ലെങ്കിൽ അഖിലണ്ണനെക്കാട്ടി കൂടുതൽ വെട്ടിക്കും. അങ്ങനല്ല. അപ്പൊ ഞാൻ സിനിമ അത്ര എത്തിയ
പറയുമ്പോ രൂപേഷന്റെ കാര്യമല്ലോ, എനിക്ക് ഡയലോഗ് വേണ്ടെന്നാ പറയുന്നത്. അല്ല രൂപേഷ് ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ആ കൗണ്ടർ എല്ലാം ഇദ്ദേഹത്തിന്റെ കൗണ്ടറിന്റെ മേളിൽ നിൽക്കുന്നു പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഒരു ദിവസം ഷൂട്ട് നടന്നില്ല. അതെ, മറ്റേ കയ്യിലിരിക്കാന്ന് പറഞ്ഞിട്ടായിരിക്കല്ലേ നിശ്ചിത പേര്. ഇതിന്റെ ഫുൾ വീഡിയോ ബാക്കിൽ CD ഉണ്ട്. അതെ. ഒത്തില്ല. പറടാ, സത്യം പറടാ. അല്ല ഒത്തില്ല. ഇവിടെ മൈക്കിരിക്കണം, ഞാൻ വെച്ച് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതേപോലെ ഫണ്ണായിരിക്കട്ടെ മൂവി, എല്ലാവരും സ്വീകരിക്കട്ടെ. 26th എല്ലാരും തിയേറ്ററിൽ പോയി കാണുക. ഈ ഒരു ടീമിനെ വിജയിപ്പിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.